ബാബിള്ളേരെ നമുക്കിനി നമ്മുടെ വീട്ടിൽ പോവാം. ചാറും തീർന്നോ ചോറും തീർന്നോ അവര് ചക്കയും കഴുകി വെച്ചു. ഇനിയിപ്പോ ഇവിടെ നിന്ന് തന്നെ കാര്യം ഒന്നും പറയണ്ട മുതലാളി. അപ്പറേ വലിയ മീൻ വാങ്ങിച്ച മുതലാളിയും കണ്ടതല്ലേ. അതുകൊണ്ട് താമസം 2 ദിവസത്തേന് അപ്പുറത്തെ വീട്ടിലേക്ക് മാറ്റി. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ അല്ലായിരുന്നു. മീൻ വറുത്താന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ നല്ല കിഡ്മാസ് മീൻ വറുത്തമായിരുന്നു. ഇന്നായപ്പോ കഞ്ഞിയാന്നേ. അതുകൊണ്ട് ഞാനും പിള്ളേരും പോന്നു. ഇവിടെ പിന്നെ ആണെങ്കിൽ രാവിലെ മുതലാളി മീൻ വാങ്ങിച്ചോണ്ട് വന്നത് ഈ കിഡ്മാസ് പൂച്ചാണ്ടി കണ്ടായിരുന്നു. ദൂരെ യാത്രയല്ലായിരുന്നു മുതലാളി. നല്ല ക്ഷീണമുണ്ട്. കുറച്ചു നേരം വിശ്രമിച്ചിട്ടെ അപ്പോഴത്തേനും മുതലാളി ആഹാരം കാലാക്കിക്കും. നോക്കി നിൽക്കാതെ പെട്ടെന്ന് ആയിക്കോട്ടെ മുതലാളി. അതിനുള്ളിൽ വേണം അടുത്ത 3-4 ദിവസത്തെ പ്ലാൻ ആലോചിക്കാൻ. ഏതൊക്കെ വീടുകളിൽ മീൻ വാങ്ങാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ വീടുകളിലേക്ക് താമസം മാറ്റണം, അങ്ങനെ മുതലാളിയോട് ഞാൻ 1000 തവണ പറഞ്ഞതാ കിഡ്മാസ് പൂച്ചാണ്ടി പറയുന്ന കേക്കല്ലേ എന്ന്. റേഷൻ കട വഴി ഗ്യാസ് കിട്ടുന്ന രാവിലെ കിഡ്മാസ് പൂച്ചാണ്ടി വാങ്ങാൻ കിട്ടുക സൈക്കിളും സഞ്ചിയായിട്ട് ഇറങ്ങിയേക്കുവാണ് മുതലാളി. അപ്പോഴേ പറഞ്ഞു ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റൗ സാധനങ്ങളും കാണുന്നുണ്ട്. സൈക്കിൾ എടുത്തോണ്ട് പോന്നത് നന്നായി, ഇല്ലെങ്കിൽ അതും പോയേനി. പെട്ടെന്നാട്ടെ മുതലാളി. വീട്ടിലുണ്ടായിരുന്നവർക്ക് ഫ്ലാറ്റിൽ താമസിക്കണം ഒരേ നിർബന്ധം. വീട്ടുകാരുടെ ആഗ്രഹമല്ലേ. ഈ കിഡ്മാസ് പൂച്ചാണ്ടി പൈസയൊന്നും നോക്കിയില്ല. അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഈ നടക്കല് നടക്കാൻ വേണ്ടിയിട്ടേക്കുന്നതാണോ അതോ കാണാൻ വേണ്ടിയിട്ടേക്കുന്നതാണോ? എന്നാലും പേരുള്ള നടക്കല്ല, നടക്കാതിരിക്കാനായിരിക്കും ഇങ്ങനെ പടുത്തു വെച്ചേക്കുന്നത്. എന്റെ പൊന്നു പോലാളി, ഇതിന്റെ ഉയരം വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങ് ഈഫൽ ടവറിന്റെ അത്രയും പൊക്കമുണ്ട്. പുറകിൽ വായി നോക്കിയിരിക്കുന്ന അല്ലാതെ വന്നൊന്നും സഹായിക്കണ്ട മുതലാളി. അങ്ങനെ ചെറിയൊരു സഹായമൊക്കെ ചെയ്തു തന്നാലേ എനിക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുള്ളൂ. ഇതെന്ത് സഹായം മുതലാളി? ഇങ്ങനെ പോയ ഈ ക്രിസ്മസ് പൂച്ചാണ്ടി മുതലാളി എടുത്തോണ്ട് പോകേണ്ട അവസ്ഥ വരുള്ളൂ. ഇവർക്ക് ഈ നടക്കൽ പണിതപ്പോ വല്ല തീപ്പെട്ടി കൂടിന്റെ ഉയരത്തിലും പണിതാ പോരായിരുന്നു. അക്ക ഇക്ക വെക്കം പോയാൽ എടാ അത് പറഞ്ഞപ്പോഴോർത്തെ നീ എപ്പോഴാടാ പോണേ? നീ ഒന്ന് പോയായിരുന്നെങ്കിൽ ഈ ക്രിസ്മസ് പൂച്ചാണ്ടിക്ക് മീൻ വറുത്തം കൂട്ടി ചോറിനായിരുന്നു. രാവിലെ മുതലാളി മീൻ വാങ്ങിച്ചോട്ട് തന്നെ ഞാൻ കണ്ടതാ. അല്ലെങ്കിൽ നീ മോരെ മുതലാളിക്ക് ഒരു ദിവസം മീൻ വറുത്ത ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ പൊന്നളിയ, ഈ മണ്ടനോട് ആരെങ്കിലും ഒന്നും പറഞ്ഞു കൊടുക്കോ ഈ ക്രിസ്മസ് പൂച്ചാണ്ടിക്ക് ഈ കത്തിയുടെ പാവ വേണ്ടാന്ന്. പല മീനിന്റെ പാവയൊക്കെ ആയിരുന്നെങ്കിൽ സ്വപ്നം കാണുമ്പോ ഒരു രസം ഉണ്ടായിരുന്നു. ഇതിപ്പോ രാത്രി സ്വപ്നം കാണാൻ കിടക്കുമ്പോ കരടി പിടിക്കുന്ന സ്വപ്നമൊക്കെ കാണുന്നത്. എന്റെ പൊന്നു പോലാറി, ഇതൊന്നും മാറ്റിയിട്ട് വേറെ ഒരു മീനിന്റെ പാവം ഉണ്ടായിട്ടാ. എന്റെ പൊന്നു മുതലാളി നാടുവിടുവാൻ ഈ ക്രിസ്മസ് പൂച്ചാണ്ടി ഉണ്ട്. എന്റെ പൊന്നു മുതലാളി, നാട്ടിലുള്ള മീൻകടയിൽ എല്ലാം മുതലാളിയുടെ പേര് ഈ ക്രിസ്മസ് പൂച്ചാണ്ടി കടം വാങ്ങി വെച്ചേക്കും. മീൻകടക്കാരുടെ സ്നേഹം പേടിച്ചിട്ട് അങ്ങോട്ടെങ്കിലും പോകാന്ന് വിചാരിച്ചു. എന്റെ പേര് കിഡ്മാസ് പച്ചുമ്പാന്ന. ചിലര് കിഡ്മാസ് പൂച്ചാണ്ടിന്നും വിളിക്കും. കളർ കണ്ടിട്ട് മനസ്സിലായില്ലേ, നമ്മളൊക്കെ ബന്ധുക്കാരാന്നേ. അപ്പൊ ഞാനിപ്പോ വന്ന എന്താന്ന് വെച്ചാൽ ആ കഴുത്തേ കിടക്കുന്ന മണിയൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പണയം വെക്കാൻ. ഇനി മണി തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല വൈക്കോലോ വിണ്ണാക്കോ തവിടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തന്നാൽ മതി. പിന്നെ തരുമ്പോ കുറഞ്ഞതൊരു ലോഡെങ്കിലും വേണ്ടി വരും. എന്റെ പൊന്നു മുതലാളി, കളരിമുറകളൊന്നും അല്ല. നാട്ടുകാരുടെ വിചാരം ഞാൻ ഏതാണ്ട് അഭ്യാസം കാണിക്കുമെന്ന്. ഇത് കണ്ടിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞ ക്രിസ്മസ് പൂച്ചാണ്ടി മാസാണ്, ക്രിസ്മസ് പൂച്ചാണ്ടി തീയാണെന്ന്. തീ എന്റെ ഉള്ളിലാന്ന് അവർക്കറിയത്തില്ലല്ലോ. രാവിലെ ലോകേഷും സംഘമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ കയറിയിരിക്കുന്ന ഇതുവരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ലോകേഷും ടീമും അവിടെ ഉണ്ടോ മുതലാളി? അതവര് പോയോ? ഓലഞ്ഞാലി കുരുവി ഇളം കാറ്റിലാടും കിളിനി. ഒന്നും പറയണ്ട മുതലാളി, ഈ ഊഞ്ഞാലിന് സിന്നു പോരാ. നമുക്ക് ഇച്ചിരി കൂടെ നല്ലൊരു ഊഞ്ഞാല് വാങ്ങണം. മീൻ വറുത്തോ ആയാൽ വിളിക്കാൻ മറക്കണ്ടാട്ടോ മുതലാളി. പെട്ടെന്ന് ആയിക്കോട്ടെ. പഴയ മുതലാളിയോട് ഈ ക്രിസ്മസ് പൂച്ചാണ്ടി ഒരു 100 തവണ പറഞ്ഞതാ. മുതലാളിക്ക് പൈസ കിട്ടിയപ്പോ നമുക്ക് BMW വാങ്ങണ്ട. ഇപ്പൊ കണ്ടില്ലേ, അതിന് വേറെ ഒരു മീൻ വണ്ടി വാങ്ങിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ മീൻ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ BMW വാങ്ങിച്ചോണ്ടന്നെ ഇപ്പൊ അതുകൊണ്ട് മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങേണ്ട അവസ്ഥ വന്നില്ലേ. മീൻ മാർക്കറ്റിലെ എല്ലാ പൂച്ചാണ്ടികളോടും ഈ ക്രിസ്മസ് പൂച്ചാണ്ടി പറഞ്ഞത് എന്റെ മുതലാളി മീൻ വണ്ടി വാങ്ങുമെന്നൊക്കെയാ. ഇനി ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും മുതലാളി? ഒരു കാര്യം മുതലാളി പോയിട്ട് വാ, ഈ ക്രിസ്മസ് പൂച്ചാണ്ടിയുടെ വെയിറ്റ് ചെയ്യാം. പിന്നെ മീൻ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോ കുറഞ്ഞതൊരു കോട്ട കരിമീനെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ചില്ല.